ഇനി അക്യുസ്യൂമർ പ്രൊഡക്ഷൻ കുറക്കുന്ന അടുത്ത ഗ്രൂപ്പ് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ലോക്കൽ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡോർസോളമൈഡ് എന്ന് പറയുന്ന മരുന്ന് ഡോർസോളമൈഡ് ആണ്, 2% ആണ്. ദെൻ ബ്രിൻസോളമൈഡ് ആണ് അടുത്ത മരുന്ന്. ദെൻ ഒരു മരുന്ന് കൂടിയുണ്ട്, ലോഡോക്സമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്, കാര്യമായിട്ട് ഉപയോഗത്തിൽ ഇല്ല. ദെൻ സിസ്റ്റമിക്, ഇത് ടോപ്പിക്കലാണ്, കണ്ണിൽ തുള്ളി മരുന്നായിട്ടാണ്. സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്ന ഫേമസ് മരുന്ന്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, അസെറ്റസോളമൈഡ് ആണ്. അസെറ്റസോളമൈഡ് ഓറലായിട്ട് കൊടുക്കാം. ദെൻ IV ഡയാമോക്സ് എന്ന് പറയുന്ന മരുന്ന് ഇതാണ്. ദെൻ വേണമെങ്കിൽ മെത്താസോളമൈഡ് എന്ന് പറയുന്ന മരുന്ന് കൂടി കൊടുക്കാം. മറ്റു ചില മരുന്നുണ്ട്, എത്തോസോളമൈഡ് ഉണ്ട്, ഡൈക്ലോർഫെനമൈഡ്. സോ ഇതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മളിത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഡയൂററ്റിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ടോപ്പിക്കൽ ഡ്രഗ്സ് ലോങ് ടേം അതിനകത്ത് നമുക്ക് കൊടുക്കുക. അസെറ്റസോളമൈഡ് നമ്മൾ കൊടുക്കുക കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ എന്താ കൊടുക്കുക, അസെറ്റസോളമൈഡ് രാത്രി 2 ഗുളിക, രാവിലെ 2 ഗുളിക. സോ ഇങ്ങനെ കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഓപ്പറേഷൻ മുമ്പ്, കാറ്ററാക്ട് സർജറിക്ക് മുമ്പ്. എത്ര കുറയ്ക്കും എന്ന് വെച്ചാൽ ദിസ് ക്യാൻ റെഡ്യൂസ് IOP 15 to 20% ഓഫ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇതൊക്കെയാണെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ടിട്ട് അതിന്റെ എഫക്ട്. ദെൻ കണ്ണിലൊഴിക്കുന്ന തുള്ളിമരുന്നുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാൻസിയന്റ് മയോപ്പിയ, അപ്നിയല്ല മയോപ്പിയ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ദെൻ കോർണിയൽ എഡീമ ഉണ്ടാക്കാം. കോർണിയൽ എഡീമ ഞാനിത് അവിടെ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഡയൂററ്റിക്സിൽ. കോർണിയൽ എഡീമ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞതാണ്. ദെൻ ഓറലായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അസെറ്റസോളമൈഡിനും ഇതിനൊക്കെ ബിറ്റർ ടേസ്റ്റ് ആണ്. ബിറ്റർ മാത്രമല്ല മെറ്റാലിക് ടേസ്റ്റ് കൂടിയുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. ദെൻ എല്ലാം സോളമൈഡിലാണ് അവസാനിക്കുന്ന. അമൈഡ് മീൻസ് ഇറ്റ് സൾഫ മരുന്നാണ്. സൾഫോണമൈഡ് വിഭാഗത്തിൽ വരുന്ന മരുന്നുകളാണ്. സോ സൾഫ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. ദെൻ പെരിയോറൽ നംനസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഡെർമറ്റൈറ്റിസ് അറിയാലോ, ബ്ലഡ് ഡിസ്ക്രേസിയാസിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സിസ്റ്റമിക് കൊടുത്താലോ, അസെറ്റസോളമൈഡ് സിസ്റ്റമിക് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റബോളിക് ആസിഡോസിസ് ആണ് ഉണ്ടാക്കുക. പിന്നെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും. സോഡിയം പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള ലെവലുകൾ ഉണ്ട്, ഞാൻ മൊത്തം പറയുന്നില്ല. തുള്ളിമരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റിങ്ങിങ്, കണ്ണിനകത്ത് സ്റ്റിങ്ങിങ് ഉണ്ടാക്കാം. സോ ഇത്രയാണ് അക്യുസ്യൂമർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് അക്യുസ്യൂമറിന്റെ ഡ്രെയിനേജ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ്.